ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി എസൻഷ്യൽ നല്ലതാണോ? അത് യൂസ് ചെയ്ത് നമുക്ക് ഹെയർ ഫോൾ വരുമോ, തലവേദന എടുക്കും, മുടി കിളിക്കുമോ, മുടിക്ക് എന്തെങ്കിലും ചേഞ്ച് വല്ലതും വരുമോ? അപ്പൊ എല്ലാവർക്കും വളരെ കോമൺ ഡൗട്ടാണ് ഈ പറഞ്ഞ പല പല കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ കമന്റ്സിൽ വരുന്ന കുറെ മെസ്സേജസ് ആണ് ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ വിചാരിച്ചു ഇതേ കണക്കൊരു വീഡിയോ ചെയ്യാനും. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയത് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഇതേ കണക്ക് ഇങ്ങനെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് ഭയങ്കര ഹൈപ്പിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ ആൻഡ് ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണ്. സോ ഞാൻ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഇത് എന്താണ് ശരിക്കും റോസ്മേരി ഉപയോഗിച്ച് നമ്മുടെ ഹെയർ നല്ലതാണ്, അങ്ങനത്തെ കുറെ ഡൗട്ട്സിന് ആൻസർ ആയിട്ടാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കരുത്, നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യം ഇട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൊടുത്ത് നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമ്മുടെ ഈ രണ്ട് പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താണ് റോസ്മേരി എന്നുള്ളത് മിക്ക എല്ലാവരും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടാണ്. അപ്പൊ റോസ്മേരി എന്ന് പറയുന്നത് ഒരു ഹെർബാണ്. ഇപ്പം ചിലരെങ്കിലും മിക്ക ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഇത് ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുഡിൽ ആഡ് ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു റോസ്മേരി ചെടി വന്നിട്ട് മിക്ക വീടുകളിലും കാണുമായിരിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് കോഴിക്കോട് പോയപ്പം അവിടെ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട്, ഇതിന്റെ വലിയൊരു ചെടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഒരു പ്രോഡക്റ്റ് ഇത്ര ഹൈപ്പില്ല. ഈ റോസ്മേരി നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം വളരുമോ, മീൻസ് പ്രൊമോട്ട് ചെയ്യുമോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കാത്ത ടൈമിലാണ് ഞാനിത് കണ്ടിരുന്നെങ്കിൽ അന്നറിയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒരു തൈ പിടിച്ചുകൊണ്ട് വന്നേനെ. കാരണം ഇത് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ട്. അപ്പം ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതാണ് ഈ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു ഹെയർ ഗ്രോത്ത് ജേർണിയെ പറ്റിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ പറഞ്ഞായിരുന്നു സെയിം ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ യൂസ് ചെയ്തു, എനിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടി, എനിക്ക് എന്തൊക്കെ ചേഞ്ച് ആണ് വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതിന് ശേഷമാണ് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ബോട്ടിൽ മാത്രമല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഇത് കൂടാതെ ഇതിൻ്റെ ഇത്രയും ബോട്ടിൽസ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ എത്രത്തോളം ഈ ഒരു റോസ്മേരി വാട്ടർ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു റോസ്മേരി വാട്ടർ. സോ അപ്പം അതിലൊക്കെ ഞാൻ വരാം. അതിന് മുന്നേ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എനിക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു ഇത് ഭയങ്കര നല്ല പ്രോഡക്ട്സ് ആ, ഇത് യൂസ് ചെയ്യാമോ എന്നതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ ഒരു ടൈമിലും. അപ്പം എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്, ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ ഫോൾ മാറും, നമ്മുടെ മുടിയിലുള്ള ഡാൻഡ്രഫ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അപ്പം എന്നാൽ നോക്കാന്നുള്ള രീതിയിൽ ഞാൻ നമ്മുടെ പർപ്പിളിലാണ് ഫസ്റ്റ് ടൈമായിട്ട് ഓർഡർ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ പർപ്പിളിൽ നിന്നാണ് ഈ രണ്ട് പ്രോഡക്ട്സ് എപ്പോഴും വാങ്ങാറുള്ളത്. പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ വീട്ടിലെത്തി ഞാൻ അങ്ങനെ ഓയിൽ ഒട്ടും ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. പിന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് യൂസ് ചെയ്യണ്ടേ, മുടി കൊഴിച്ചിലൊന്ന് മാറ്റണ്ടേ എന്നുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ എടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കരിയർ ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 or 2 ഡ്രോപ്പ്, ഇതിൽ കൂടുതൽ ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കില്ല, 1 or 2 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കി നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്ത് നമ്മൾ നോർമൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തില്ല അതേ കണക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും വരുന്ന ഡൗട്ടാണ്, ഇതിപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ മുടി കളിക്കുമെങ്കിൽ ഇത് മൊത്തം കിഴങ്ങ് ഒരു ദിവസം കൊണ്ട് തേച്ചാൽ പോരുന്നത്. അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് പിന്നെ മുടി കിളിക്കേണ്ട ആവശ്യമില്ല, മുടി ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോയി സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയി നമുക്ക് ഇച്ചിങ് ഇറിറ്റേഷൻ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇതാരും ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ല. ഇതിനകത്ത് തന്നെ ഇവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ല, നിങ്ങൾ എടുക്കുന്ന ഓയിലിനകത്ത് 2 or 3 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കുറച്ചാളായപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി. ഞാൻ ഈ ഓയിലിങ് എനിക്ക് ഇഷ്ടമല്ല ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഞാനങ്ങ് നിർത്തിയ സമയത്താണ് ഞാൻ എപ്പോഴും ഹെയർ പാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നമ്മുടെ റോസ്മേരി എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്ത് ഞാൻ അങ്ങനെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ മുടിക്ക് ലെന്ത് വെച്ചോ ഇല്ലെന്നൊന്നും നമുക്ക് എന്നും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലല്ലോ. സോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ച് വെളിയിലോട്ടൊക്കെ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിച്ചു എൻ്റെ മുടിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, എന്തോ പറ്റുന്നത്. അപ്പോഴാണ് ഞാൻ കൊള്ളാം റോസ്മേരി, ഞാൻ അങ്ങനെ അന്ന് വേറെ പ്രോഡക്ട്സ് ഒന്നും അത് യൂസ് ചെയ്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണോ എൻ്റെ മുടിക്ക് ചേഞ്ച് വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മുടി അങ്ങോട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി ചേഞ്ച് വന്നിട്ടുണ്ടോന്നൊക്കെ. ഇപ്പം ഏകദേശം ഇത്രയും ഉണ്ട്, ഇങ്ങനെ കാണിക്കാൻ പാടായിരിക്കും. ഏകദേശം ഇത്രയും ലെന്തോളം എൻ്റെ മുടി വന്നിട്ടുണ്ട്. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ
എപ്പം ഞാൻ കട്ട് ചെയ്താലും ഇവിടെ വരെ ക്ലിക്കുകയും അതിനുശേഷം താഴോട്ട് എൻ്റെ മുടി ക്ലിക്കത്തില്ല, അവിടെ വരെ വന്ന് മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മിറാക്കിൾ റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ പലരും പറയുന്ന കേട്ടുണ്ട് ഇതെന്തോ മുടി കൊഴിയും എന്നൊക്കെ പറയുന്ന കേട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിലും ഹെയർ ഗ്രോത്ത് ജേർണിയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ പകുതി വരെ വന്ന് മുരടിച്ച് നിൽക്കും, പിന്നെ വെട്ടും, പിന്നെ വീണ്ടും അവിടെ ക്ലിക്കും, മുരടിച്ച് നിൽക്കും, ഇവിടെ വരെ ഷിർന്ന് ക്ലിക്കും, പിന്നെ താഴോട്ട് എൻ്റെ മുടി ക്ലിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച എൻ്റെ മുടി അവിടെ വരെ ക്ലിക്കത്തുള്ളത്. പക്ഷെ ഈ ഒരു കാര്യം യൂസ് ചെയ്തതിന് ശേഷമാണ് സത്യം പറയാലോ എൻ്റെ മുടിക്ക് നല്ലൊരു മിറാക്കിൾ റിസൾട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്തോ ചെയ്ത് ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള മിക്ക എല്ലാവർക്കും ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ അവർക്കൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. മിക്ക സമയത്തും പർപ്പിൾ മീൻസ് ഡെലിവറി കൊണ്ടുവരുന്ന ചേട്ടൻ എനിക്ക് വീട്ടിൽ കൊണ്ടുതരുന്ന പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ. അങ്ങനെ ഞാൻ എസെൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്ത് എനിക്ക് തോന്നി ഇതെൻ്റെ ഒരു ഏകദേശം 3ാമത്തെ ബോട്ടിലാണെന്ന് തോന്നുന്നു. അത്രത്തോളം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ സമയത്താണ് നമ്മുടെ റോസ്മേരി വാട്ടർ ഭയങ്കര ട്രെൻഡിങ് ആയിപ്പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ എന്ന ടൈമിലാണ് നമ്മുടെ റോസ്മേരി വാട്ടർ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഇത് അങ്ങനെ വേണ്ട, ഞാൻ മറ്റേ തന്നെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എന്നൊരു ദിവസം വാങ്ങാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചാണ്. സത്യം പറഞ്ഞാൽ മറ്റേതിനേക്കാളും എനിക്ക് ഭയങ്കര യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയത് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കണ്ട് ഇതേ കണക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മറ്റേതാകുമ്പോൾ നമുക്ക് ഓയിലിൽ അപ്ലൈ ചെയ്യണം, പാക്കിൽ അപ്ലൈ ചെയ്യണം, പാക്കിൽ മിക്സ് ചെയ്യേണ്ടി വരും, ഓയിലോട്ട് മിക്സ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എനിക്ക് തലമുടി അങ്ങനെ വലിയതായിട്ട് കുളിക്കാത്ത ആളാണ്. ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തല നനയ്ക്കുന്നത്, അല്ലാതെ എല്ലാ ദിവസവും ഞാൻ തല നനയ്ക്കത്തില്ല. അപ്പം എനിക്ക് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എന്താണ് ഓയിൽ അപ്ലൈ ചെയ്യാനും പാക്ക് അപ്ലൈ ചെയ്യാനും എന്നൊന്നും പറ്റുന്നതല്ല. സോ അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആൽഫ്ഗൂസിന്റെ റോസ്മേരി വാട്ടർ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന്റെ തന്നെ കുറേ ഡ്യൂപ്പ് പ്രോഡക്ട്സ് ഇപ്പം നമുക്ക് പല ഇടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നമ്മുടെ പർപ്പിൾ എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിന്ന് വാങ്ങാൻ നോക്കുക. കാരണം അതിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ആദ്യമായിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നത്. സോ അപ്പോൾ വാങ്ങണമെങ്കിൽ ഇങ്ങനെ വാങ്ങാം. പിന്നെ ഇപ്പൊ ഞാൻ നോക്കുമ്പം ഇവിടെ അടുത്തൊക്കെയുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ വേറെ പ്രോഡക്ട്സ് ഒന്നും ഇരിക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നതാണ്. കാരണം അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായല്ലോ ഇത് എന്തോരം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഇരിക്കുന്നതിന്. ഓക്കെ, പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് റോസ്മേരി തേച്ച് മുടി കൊഴിഞ്ഞു, തലവേദന എടുക്കുന്നുണ്ട്, താരൻ കൂടി എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ 3 പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എനിക്ക് ഡാൻഡ്രഫ് പോകാൻ ഹെൽപ്പ് ചെയ്തു, എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു, എനിക്ക് അത്യാവശ്യം നല്ലോണം ബേബി ഹെയർസ് വളരാനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇതുപോലുള്ള റോസ്മേരി വാട്ടർ റെഡിയാക്കാനുള്ള റോസ്മേരി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ എനിക്കതെന്തോ എനിക്ക് ഒരു ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ ആൽഫ്ഗൂസിന്റെ റോസ്മേരി വാട്ടറിലേക്ക് ചേഞ്ച് ചെയ്തു. സോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതേ കണക്കൊരു സ്പ്രേ പോലെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. സോ അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഇതേ കണക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത വരുന്ന ഡൗട്ടാണ്, ഇത് കുളിക്കുന്നതിന് മുന്നാണോ കുളിച്ചതിന് ശേഷമാണോ ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇത് ഞാൻ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും അല്ലെങ്കിൽ ഇന്നിപ്പോൾ തല കുളിച്ച് 2 ദിവസം തല കുളിക്കത്തില്ല, അതിന് ശേഷമാണ് ഞാൻ തല കുളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തല കുളിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കുളിക്കാത്ത ദിവസങ്ങളിലാണ് ഈ ഒരു റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നൈറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്, രാവിലെ അപ്ലൈ ചെയ്യാറുണ്ട്. നൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫുള്ള് നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ നേരം വെയിറ്റ് ആവണം. ഡ്രൈ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുടിയൊക്കെ കെട്ടി വെച്ച് കിടക്കാവും. അല്ലാതെ കെട്ടി വെച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ തലയിൽ ഈർപ്പായിരിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു വല്ലാത്ത സ്മെല്ല് വരാനും നമ്മുടെ മുടിക്കായ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് യൂസ് ചെയ്ത് എനിക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെൻ്റെ മുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഞാൻ വീണ്ടും ഞാൻ അങ്ങനെ പറയുന്നതിന് റീസണാണ് ഈ കാണുന്നത് ബോട്ടിൽസ്. ഇതൊന്നും അല്ല കേട്ടോ. ഇത് കൂടാതെ ഇതുപോലത്തെ കുറെ കുഞ്ഞു ബോട്ടിൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു ബോട്ടിലൊക്കെ വാങ്ങിച്ച് എനിക്ക് തികയാതെ വന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വലിയ ബോട്ടിലേക്ക് ചേഞ്ച് ആയത്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വലിയ ബോട്ടിലാണ് നല്ലതായിരുന്നു. എന്നിട്ട് അപ്പം ഇതേ കണക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങ് സ്പ്രേ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ചേഞ്ച്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും. ഇനി നിങ്ങളെ എൻ്റെ ഹെയറും കൂടി കാണിച്ചു തരാം. നല്ലവണ്ണം എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ മുടിക്കൊരു ചേഞ്ച് വരുന്നത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഇവിടെ വെച്ചിട്ടായിരുന്നു ഹെയർ കളർ ചെയ്തത്.
അങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മുടെ മുടിക്ക് ചേഞ്ച് വന്നു അങ്ങനെ നോക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താ മുടി കൊഴിയുന്നുണ്ടോന്നൊക്കെ അല്ലേ. അപ്പൊ മുടി കൊഴിച്ചിലൊന്നും ഇല്ല. അങ്ങനെ നിന്ന സമയത്താണ് നോക്കിയപ്പോൾ എൻ്റെ ഹെയർ കളർ നല്ലോണം താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്കിത് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണോ വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ചിലർക്ക് തലവേദന മുടി കൊഴിച്ചിൽ എന്നൊക്കെ വരുന്നത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് വന്ന ചേഞ്ചസും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ടാറ്റാ.